ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന കുറേ കാലമായിട്ട് എല്ലാം സഹിച്ച് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതികരിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. അങ്ങനെ തൻ്റെ കൂടെ തൻ്റെ വീട്ടിലേക്ക് വന്ന ഭർത്താവിനെയും അതുപോലെ തന്നെയും ഒരുപാട് അപമാനിക്കുകയും ഒരുപാട് വഴക്ക് ഒക്കെ പറയുകയും ചെയ്ത ദേവയാനിക്ക് നേരെ തൻ്റെ മകൻ്റെ ജീവിതം എന്നും കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാനാണ് അമ്മായിമ്മയ്ക്ക് താല്പര്യമെന്നും അതിനപ്പുറം മറ്റൊരാഗ്രഹവും അമ്മയ്ക്കില്ല എന്നുള്ള കാര്യമൊക്കെ നയന പറയാം. അതുപോലെ സ്വന്തം മകനെ ഇന്നും അവരുടെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നയന ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നയനെ അത് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ ഇതൊക്കെ നിന്ന് ദേവയാനി കേൾക്കുകയാണ്. ഇത്രയും കാലം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം മകൻ്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ദേവയാനിക്ക്, അല്ലെങ്കിൽ മകൻ കാൽച്ചൂട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ദേവയാനിക്ക് മകൻ്റെ ജീവിതത്തിന് ഇങ്ങനെയും ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയണ്ടേ. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് ഒരു പക്ഷേ നയനയുടെ ഈ ഒരു സംസാരം ഉപകരിക്കും. അത് 100% ഉറപ്പാണ്. എന്തായാലും പറയാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മുഖത്ത് നോക്കി, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവയാനിയുടെ മുഖത്ത് നോക്കി നമ്മുടെ നയന പറഞ്ഞു. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നയനയ്ക്ക് മുന്നിൽ ഷൗട്ട് ചെയ്യാം, തല്ലാൻ വരെ കൈ ഓങ്ങുന്ന രീതിയിൽ. അപ്പോഴേക്കും തല്ലാൻ കൈ ഓങ്ങുന്നതൊക്കെ കാണിച്ചിട്ട് എൻ്റെ വീട്ടുകാർ പഠിപ്പിച്ച മര്യാദയുടെ പുറത്ത് താൻ അത് ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങനെയും കൂടെ അങ്ങ് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നം കൊണ്ടുപിടിച്ചിരിക്കുന്ന സമയത്താണ് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നയന ഉണ്ടാക്കിയ പ്രതിമകൾ പുറത്തിരിക്കുക. അത് കണ്ടുകൊണ്ട് കനകവും അതുപോലെ ഗോവിന്ദേട്ടനും ആകെ ടെൻഷനായി, വിഷമമായി. മോളുണ്ടാക്കിയതാണ്, മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കനകം ഗോവിന്ദേട്ടനോട് പറയുന്നു. ഇനിയിപ്പോൾ എന്താ ഗോവിന്ദേട്ട ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും നീ പോയി സാധനങ്ങൾ എടുത്തു വെക്കാൻ നോക്കുക, ഞാനത് എടുത്തു വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദേട്ടൻ പുറത്തേക്ക് ഇറങ്ങി ഒരു കുറച്ച് സാധനങ്ങൾ എടുത്തങ്ങ് വെച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലിന് ഇത് പറ്റിയിട്ട് വേഗം അദ്ദേഹം അയ്യോ എന്നും പറഞ്ഞ ശബ്ദത്തിൽ കരഞ്ഞു. വേഗം നമ്മുടെ കനക ഓടി വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇതെൻ്റെ കാലിലേക്ക് വീണമെന്ന് പറഞ്ഞു. പിന്നെ ഇതെന്താ ഗോവിന്ദേട്ടൻ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കനകം ഗോവിന്ദേട്ടനെ പിടിച്ച് റൂമിൽ കൊണ്ടുവന്നത് ഹോളിലിരുത്തിയിട്ട് കാലിന് എന്നെ പറ്റിയെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യാത്തത് കൊണ്ടല്ലേ ഗോവിന്ദേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് കനകം പോകുമ്പോൾ ഗോവിന്ദൻ പറഞ്ഞു എന്താ ഞാനും കൂടെ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, തന്നെ എടുത്ത് വെക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഗോവിന്ദേട്ടന് പറ്റാത്തതല്ലേ, അവിടെ ഇരുന്നു, ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. പാവം കനകം അതും എടുത്ത് വെക്കാനായിട്ട് പോവാം. കനകം എന്നിട്ട് അവിടെ ചെന്ന് അത് എടുത്ത് വെക്കാനായിട്ട് അങ്ങ് ഇറങ്ങി ആ സാധനം എടുത്ത് പകുതി വീടിനകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും പാവത്തിൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് ഉടഞ്ഞു പോയി. അയ്യോ ഗോവിന്ദേട്ടാ, എല്ലാം പോയല്ലോ ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചോട്ടിലിരുന്ന് വാ വിട്ട് കരയാം. അപ്പം അത് പോയതിലല്ല വിഷമം, ഈ വിഗ്രഹം ഒരിക്കലും മുടഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട് ഗോവിന്ദേട്ടാ, അതിൻ്റെ സൂചനയാണ് ഈ കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും വിഷമവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന സമയത്ത് ഗോവിന്ദേട്ടനാണെങ്കിൽ ഭാര്യയെ സമാധാനിപ്പിക്കുക, നീ ടെൻഷൻ അടിക്കല്ലേ, അല്ലെങ്കിൽ വിഷമിക്കല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, നീ പ്രശ്നമൊന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടിരുത്തി സമാധാനിപ്പിക്കുക, അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുക, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരിത്. അപ്പോൾ വരാൻ പോകുന്നത് ചില്ലർ പ്രശ്നമൊന്നും അല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അത്രയും പവിത്രമായ ഒരു വിഗ്രഹമാണ് നിലത്ത് വീണ് ഉടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗൗരവം അത് ചെറുതല്ല. അവർ രണ്ടുപേരും അതിനെപ്പറ്റി സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ആദർശ്, നീ എന്താടി എൻ്റെ അമ്മയെ പറഞ്ഞത്, നീ നിൻ്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ, അല്ലെങ്കിൽ നിൻ്റെ ഏത് നേരം നിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, നിൻ്റെ വീട്ടുകാരുടെ സ്നേഹത്തെപ്പറ്റിയും വീട്ടുകാരുടെ കരുതലിനെ പറ്റിയും അവരോട് കാണിക്കേണ്ട മര്യാദയെപ്പറ്റിയും ഒക്കെ നീ പറയുന്നുണ്ടല്ലോ. എന്താ നിൻ്റെ വീട്ടുകാർക്ക് മാത്രമാണോ മര്യാദ വേണ്ടത്? എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കോ മര്യാദയൊന്നും വേണ്ടേ എന്നൊക്കെ ആദർശ്. നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിൻ്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിച്ചത്? എന്താ ന്യായം നിൻ്റെ വീട്ടുകാർക്ക് മാത്രം മതിയോ? എൻ്റെ കുടുംബത്തിൽ എന്താ, എൻ്റെ അമ്മയ്ക്ക് എന്താ ന്യായം വേണ്ടേ? എൻ്റെ അമ്മയെ പറ്റിച്ചുകൊണ്ട് നീ നിൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോയത്? അതുപോലെ ഓരോ തവണയും ഈ വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടല്ലേ നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? അതല്ലേ നിൻ്റെ ഒരു സ്ഥിരം തന്ത്രം? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ന്യായമായ കാര്യമാണെന്ന് ആദർശേട്ടനെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്ന് നയന ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മതി, നിർത്തിക്കോ, നിൻ്റെ ന്യായവും അന്യായവും ഒന്നും ഇനി ഇവിടെ വേണ്ട. എൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ ഭാര്യയായിട്ട് ഇരുന്നാൽ മാത്രമല്ലേ നിനക്ക് എൻ്റെ അമ്മയെ അപമാനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. നീ എൻ്റെ ഭാര്യയല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ കുടുംബത്തിൽ നീ ആരുമല്ല.
ഈ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ആരും അല്ലാതായ നിനക്ക് എൻ്റെ അമ്മയെ ചോദ്യം ചെയ്യാനും എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താനും എന്ത് അവകാശമാണ് ഉള്ളത്? ആരാണ് നിനക്ക് അതിന് റൈറ്റ്സ് തന്നിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ആദർശ് നയനയോട് പറയണം. അപ്പം ഇതെല്ലാം കേട്ട് ഈ ജലജയും മകനും സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക. ജലജ എന്നിട്ട് മകൻ്റെ നേരെ നോക്കി എന്നും പറഞ്ഞ് കണ്ണിറുക്കി കാണിക്കാം, വരുന്നതേ ഉള്ളടാ എന്നുള്ളൊരു ഇതിൽ. അപ്പോഴേക്കും നമ്മുടെ ജാനു അവിടെ നിന്ന് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കാരണം ഈ ജലജയും അതുപോലെ തന്നെ ജലജയുടെ മകനുമാണെന്നുള്ള കാര്യം പറഞ്ഞു. ഏട്ടത്തിയെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിക്കുന്നതും മനസ്സിനെ ഇങ്ങനെ ആക്കി മാറ്റുന്നതും ഈ ജലജയാണെന്നുള്ള കാര്യം ജാനു പറഞ്ഞപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് നീ എന്തിനാ ജാനു എന്നെ കുറ്റക്കാരിയാക്കുന്നതെന്ന് ചോദിച്ച് പിന്നെ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. സത്യമായ കാര്യമാണ് നമ്മുടെ ജാനകി പറഞ്ഞത്. അപ്പോൾ അതിന് ബദലായിട്ട് ജാനകിയുടെ തല തല്ലി പറിക്കാനായിട്ടാണ് ജലജ ചെല്ലുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കവും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മതി നിർത്താൻ പറഞ്ഞു നമ്മുടെ ആദർശ്. ഇവിടെ ഇനി ആരും ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന്. ഈ കുടുംബത്തിൽ എൻ്റെ അമ്മയെ അപമാനിച്ച് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ചോദ്യം ചെയ്ത് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി ഇവള് ഇനി ഈ വീട്ടിൽ വേണ്ടെന്നും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാനും പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഞെട്ടി. നവ്യയും ജലജയും അഭിയും നല്ല സന്തോഷത്തോടു കൂടി നിന്ന് ചിരിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, ആദർശേ നീ എന്താ ഈ കാണിക്കുന്നത്, നീ എന്ത് ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി ഇതിലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എനിക്കിതിനപ്പുറം മറ്റൊരു വാക്കില്ലെന്ന്. ഇതിനൊന്നും ദേവയാരി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഇതിങ്ങനെ കേട്ടോണ്ട് തന്നെ നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശനോട് ചോദിച്ചു, നിങ്ങൾക്കിതൊന്നും കേട്ടിട്ടൊന്നും പറയാനില്ലേ, എന്തേ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പം എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്ന് അനന്തമൂർത്തി പറയുവാണ്. അതെന്താ ഒന്നും പറയാനില്ലാത്തതെന്ന് ചോദിച്ചപ്പം അവൻ ചെയ്തത് അവൻ്റെ അമ്മയെ അപമാനിച്ചവർക്ക് നേരെയുള്ള ആ ഒരു തിരുത്താണ്. പക്ഷേ ആദർശേ, സ്വന്തം അമ്മയെ അപമാനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അമ്മയെ തള്ളി പറഞ്ഞതിനെ ശിക്ഷിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് നീ നോക്കണം. അതിന് മാത്രമല്ല, അമ്മയ്ക്കൊപ്പം പ്രാധാന്യമുള്ള ആളാണ് നിൻ്റെ ഭാര്യയും. അപ്പോൾ അമ്മയെ പറഞ്ഞു എന്ന് കരുതി സ്വന്തം ഭാര്യയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ഒന്നും ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല മുത്തശ്ശ. ഇന്ന് വരെ മുത്തശ്ശൻ പറയുന്ന വാക്കുകൾക്കപ്പുറം ഞാൻ നിന്നിട്ടില്ല അല്ലെങ്കിൽ ഞാനത് അനുസരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇത്തവണ എന്നെ മുത്തശ്ശൻ തടയരുത്. എൻ്റെ അമ്മയോളം വലുതായി ഈ ലോകത്തിൽ എനിക്ക് മറ്റൊന്നുമില്ല. ആ അമ്മയെ അപമാനിച്ചവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനുള്ള ആവശ്യമില്ല. അതുകൊണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പുറത്താക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ കട്ടായം പറയുക. അപ്പോൾ ആദർശ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനും പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും പറയാനില്ല. ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോഴേക്കും നയനയുടെ കയ്യെ പിടിച്ച് വലിച്ചഴിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവരിക. ആദർശേട്ടാ ഞാനൊന്നും പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ കാല് പിടിച്ച് നയന പറയുന്നുണ്ട്. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ, എങ്ങനെ കേൾക്കാൻ, ആരും കേൾക്കുന്നില്ല. അങ്ങനെ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്ന ഒരു ഒറ്റ ഏറായിരുന്നേ. അങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് എറിഞ്ഞു. അങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ ഒരു മഴയത്ത് മകളുണ്ടാക്കി വെച്ചിരിക്കാൻ സാധനങ്ങളൊക്കെ കുറേശ്ശെ സങ്കടത്തോടു കൂടി നമ്മുടെ കനകം എടുത്ത് അകത്തേക്ക് വെക്കുന്നു. കാരണം അങ്ങനെ വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കനകം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴും ഈ മകൾക്ക് സംഭവിച്ച ദുരന്തം എന്താണെന്നുള്ളത് അറിയുന്നില്ല പാവം. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ആദർശ് നയനയെ പിടിച്ചു വലിച്ചു മുറ്റത്തേക്ക് കൊണ്ടുവന്ന് എറിഞ്ഞു. മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് ഉള്ളു പിടയ്ക്കുന്നുണ്ട്, ശരിക്കും ഉള്ളു പിടയ്ക്കുന്നുണ്ട്. പക്ഷേ അത് പുറമെ കാണിക്കാൻ ആദർശിന് പറ്റുന്നില്ല. ആദർശ് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് എവിടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കൊള്ളണം, ഇനി ഈ പരിസരത്തോ ഈ വീട്ടുമുറ്റത്തോ നിന്നെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. ഇനി ഈ വീടുമായിട്ടോ ഞാനുമായിട്ടോ ഒന്നും നിനക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കട്ടായം പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയന ഇങ്ങനെ, ആദർശേട്ടൻ ഇപ്പം ഈ ചെയ്യുന്നത് ശരിയാണോ? ഈ പാതിരാത്രിയിൽ ഞാൻ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. എന്നെ ഇങ്ങനെ ഈ പാതിരാത്രിയിൽ ഇറക്കി വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചപ്പം നീ നിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകണം? ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും പോകില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഈ വീടാണ് എൻ്റെ വീടെന്നും ഇനി എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്നൊക്കെ നമ്മുടെ നയന പറഞ്ഞപ്പോൾ എന്നിട്ടാണോ നീ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചതെന്നൊക്കെ ആദർശ് ചോദിക്കാം. ആദർശേട്ടൻ ഈ പറയുന്ന സമയത്തും അതിലെ സത്യം എന്താണെന്നും ന്യായം എന്താണെന്നും ആദർശേട്ടന് നന്നായിട്ട് അറിയാം. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ആദർശേട്ടൻ വീണ്ടും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആദർശേട്ടൻ ഈ കാണിക്കുന്നത് അന്യായമല്ലേ എന്ന് നയന ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു ഇനിയൊരു അക്ഷരം നീ മിണ്ടി പോകരുതെന്ന്. ഇത് ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും എൻ്റെ ശരിയാണിത്. എൻ്റെ ജീവിതത്തിൽ ഇനി നീ വേണ്ട. അപ്പോഴേക്കും മഴ പെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാണെന്ന് ചോദിച്ചപ്പം മഴ മാറുന്നത് വരെ ഇവിടെ എവിടെയെങ്കിലും നിനക്ക് നിൽക്കാം. മഴ മാറിക്കഴിഞ്ഞാൽ
ഈ പരിസരം വിട്ട് ഏരിയ വിട്ട് പൊയ്ക്കൊള്ളണമെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ആദർശ് അകത്തേക്ക് കയറിപ്പോയി. ആദർശ് അകത്തേക്ക് കയറിയപ്പോഴേക്കും മഴത്തുള്ളികൾ വീണു കേട്ടോ. ഇനിയിങ്ങനെ ദയനീയമായിട്ട് ആദർശിനെ നോക്കി നിൽക്കും. അപ്പോഴേക്കും മഴത്തുള്ളികൾ ഇങ്ങനെ വീണു കഴിഞ്ഞു. ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് നമ്മുടെ നയനെ അവിടെ നിന്നതല്ലാതെ ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയില്ല. ഈ സമയത്ത് എല്ലാവരും അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആദർശം ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും അമ്മയും അതുപോലെ മകനും നവ്യൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. മോനെ അഭിയെന്നും പറഞ്ഞിട്ടൊക്കെ മുത്തശ്ശി വിളിച്ചു. ആദർശിനെ മോനെ ആദിയെന്ന് പറഞ്ഞ് വിളിച്ച് ആരും കേൾക്കാനില്ല. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഈ സമയത്ത് ദേവയാനി മുറിയിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അതായത് നടന്ന ഓരോ കാര്യങ്ങൾ. നയനിയും പുറത്തുനിന്ന് ആലോചിക്കുന്നു, ദേവയാനിയും അകത്തിരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ അരികിലേക്ക് നമ്മുടെ പാവ അനി ചെല്ലുന്നത്. അനി ചെന്ന് ഏട്ടനെ ഉപദേശിക്കാൻ നിന്നതാ. ഏട്ടൻ ഇപ്പോൾ ഈ ചെയ്തത് ശരിയായില്ല, ഏട്ടത്തി അങ്ങനെയാണ്, ഏട്ടത്തി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്കെന്താണ് ഇതിൽ ഇടപെടാൻ കാര്യം? അവൾ അപമാനിച്ചത് നിൻ്റെ അമ്മയല്ലല്ലോ അല്ലേ, എൻ്റെ അമ്മയല്ലേ, അപ്പം പിന്നെ നിനക്ക് കൊള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നേരം അനി. അങ്ങനെ അനിയെ മനസ്സ് തുളയ്ക്കുന്ന രീതിയിൽ ഈ ആദർശ് ഇങ്ങനെ കുറ്റക്കാരനാക്കി കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഏട്ടൻ ഇന്നുവരെ ഏട്ടത്തിയെ കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ലെന്നും ഏട്ടത്തിയുടെ ആ ഒരു ഇതൊന്നും ഏട്ടൻ അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഏട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏട്ടൻ ഒരിക്കലും ഏട്ടത്തി ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചിട്ടുള്ളതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശിന് ഇഷ്ടപ്പെട്ടില്ല. ആദർശ് അനിയെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴേക്കും ഏട്ടൻ ഇനി എന്നെപ്പറ്റി എന്ത് കരുതിയാലും ശരി ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അത് പറയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല ഏട്ടൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് ഏട്ടൻ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അനി. ഈ സമയത്ത് ദേവയാനിയാണെങ്കിൽ മുറിയിലിരുന്ന് നമ്മുടെ നയന പറഞ്ഞ ഓരോ പോയിന്റുകളും ആലോചിക്കുന്നു. തൻ്റെ മകൻ്റെ ജീവിതത്തിൽ താൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിക്കുന്നു. ഈ സമയത്തും നമ്മുടെ നയന പുറത്ത് ഇങ്ങനെ വിറങ്ങലിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നവ്യയും അതുപോലെ തന്നെ അഭിയും ജലജയും ഒക്കെ ഇതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അത്രമേൽ സന്തോഷത്തോടെയാണ് അവരങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അമ്മയുടെ പണി ഏറ്റല്ലേ അമ്മയെന്ന് മകൻ അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. പ്രേമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നാലും കഥ ഇത് തന്നെയാണ്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതും ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഒക്കെ വീണ്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും പിന്തുണയ്ക്കുമൊക്കെ ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അടുത്തൊരു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.